ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ്. ഞാൻ ഹൃദയം ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എളുപ്പത്തിൽ ഞാൻ പൊതിയെന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം പൊതിയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ജിജ്ഞാസയില്ലാത്ത ഒരു വാക്കാണ്. പൊതിയെന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടിട്ടില്ലായെങ്കിൽ അതിനകത്ത് എന്താണെന്ന് നമ്മൾ കാണാൻ ആഗ്രഹമുണ്ട്. കർഷകരും കർഷക തൊഴിലാളികളും സാധാരണക്കാരുമായ ആളുകൾ തിരികെ പാർക്കുന്ന ഇറുമയും പൊതി മേഖലകളിലെ ജനങ്ങളുടെ ആശയും നിരാശയും സ്നേഹവും കരുതലും സ്വപ്നങ്ങളും അടങ്ങുന്നതാണ് ഈ പൊതി. അതുപോലെ തന്നെ ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ കൊണ്ട് അനുഗ്രഹവുമാണ് ഈ പൊതി മേഖല. അങ്ങനത്തെ നമ്മൾ നോക്കിയാൽ നഴ്സിംഗ് കോളേജ്, തൊട്ടിപ്പുറത്ത് ആരാധനാ സമൂഹം നടത്തുന്ന ഹോസ്പിറ്റൽ, അതിനേക്കാൾ ഉപരി അശ്രിതർക്ക് ക്യാൻസർ രോഗികൾക്ക് അഭയം നൽകുന്ന അഭേദഭവൻ, തൊട്ടടുത്ത് തന്നെ CMI ഫാദേഴ്സ് നേതൃത്വം കൊടുക്കുന്ന സ്കൂള്, അതിൻ്റെ ഇപ്പുറത്ത് തിളങ്ങി നിൽക്കുന്ന നമ്മുടെ LP UP സ്കൂള്, അതിൻ്റെ അപ്പുറത്താണെങ്കിൽ 60-65 മാനസിക രോഗികളെ പരിപാലിക്കുന്ന ഒരു അമ്മ നേതൃത്വം കൊടുക്കുന്ന വിയാത ഭവൻ. ഒന്ന് ഓർത്തു നോക്കി, പൊതിയിൽ ഇത്രമാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളൊരു നാട് തന്നെയല്ലേ. അപ്പം നമ്മുടെ ഈ LP സ്കൂളിൻ്റെയും UP സ്കൂളിൻ്റെയും അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്വാഗത പ്രസംഗം മുതൽ എല്ലാവരും വിവരിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാക്ക്, ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് നാം രൂപം കൊടുത്തപ്പോൾ അതിനുവേണ്ട എല്ലാ സഹായ സംഘടനകളും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും ഇന്ന് ഇതിൻ്റെ അഭിനകാംക്ഷികളായി പ്രവർത്തിക്കുന്നവരും തീർച്ചയായും ഉള്ളോപ്പം തരും എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ കൂടെ ഉണ്ട്. നിഷ്പ്രയാസം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. എല്ലാവരും ഒപ്പം ഉണ്ടാകും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് ഈ 2025 എല്ലാവിധ ആശംസകളും ഭാഗമുള്ളതുകൊണ്ട് ഞാൻ ഈ അവാർഡുകൾ ഉപസംഹരിക്കുന്നു.